മീൻ എന്താ നോക്കാം. നല്ല മീനുണ്ടായാലും ഇനി നേരെ പോണത് റൂമൊക്കെയാണ്. മീൻ വാങ്ങിയിട്ട് പോകും. ഖത്തറിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് ഖലീഫ അൽ താനി മരിച്ചു കേട്ടോ. മിക്ക ഗവൺമെൻറ് ഓഫീസും ഒരുവിധം ഗവൺമെൻറ് ഓഫീസെല്ലാം 4 ദിവസം അവധിയാണ്. അതുപോലെ തന്നെ മിക്ക ഗവൺമെൻറ് ഓഫീസുകളും അവധിയാണ്. ഇന്ന് റോട്ടിലൊക്കെ ഒരു ശാന്തത ഉണ്ട്. കൂടുതൽ വണ്ടികളൊന്നുമില്ല. കാരണം ഗവൺമെന്റ് ഓഫീസ് ഇതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവാണെന്ന്. ഇപ്പൊ ഇവിടെ നേരം 10:30. എനിക്കൊരു സൈറ്റ് പോകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഓഫീസിൽ നിന്ന്. കുറച്ചായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ്. ഏകദേശം തീരാറായ ഒന്നാണത്. ഈ മുമ്പിൽ നമ്മൾ എത്താൻ പോകുന്നതാണ് കേട്ടോ റമദ സിഗ്നല്. തൊട്ട മുമ്പിൽ കുദ്ദാമ് കണക്ക് കാണുന്ന ബിൽഡിങ് ഒരു ഹോട്ടലാണ് തോന്നുന്നത്. ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആവാൻ പോണേ ഉള്ളൂ. ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തായിരുന്നു കുറച്ച് മാസങ്ങളായിട്ട്. ഇന്നലെ അവന് ബോണറ്റിൻ്റെ ക്ലിപ്പ് ഇടാൻ മറന്നിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക ബോണറ്റ് പൊന്തി വന്നിട്ട് ഗ്ലാസ്സിനടിച്ചു. പക്ഷേ വണ്ടിയുടെ ഗ്ലാസ്സിനൊന്നും പറ്റിയിട്ടില്ല. ബോണറ്റ് ചളങ്ങിപ്പോയി. ഇത് ശരിയാക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു പേപ്പർ വേണം. ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ഒരു പേപ്പർ വാങ്ങി. അപ്പോൾ അത് ഓൺലൈനിലും ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് പോയി കഴിഞ്ഞാലും കിട്ടും. ഇന്നലെ അത് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ പോയപ്പോഴാണ് അവർ ആ പേപ്പർ തന്നില്ല. കാരണം അവർക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. അവർ പറയണത് ബോണറ്റ് അങ്ങനെ പൊങ്ങിയിട്ട് ഗ്ലാസ്സിനടിക്കുകയാണെങ്കിൽ ഗ്ലാസ് പൊട്ടിപ്പോകും. അപ്പോൾ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. നിങ്ങളൊരു എന്തൊരു ഡാമേജ് പറഞ്ഞല്ലോ. അൺനോൺ ആക്സിഡൻറ്റ് ഇവരെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ മെട്രാഷ് എന്ന് പറഞ്ഞു. അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അൺനോൺ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യാൻ. എന്നാൽ മാത്രമേ ആ പേപ്പർ കിട്ടിയാൽ മാത്രമേ വർക്ക്ഷോപ്പിൽ ആ വണ്ടി പണിയെടുക്കുള്ളൂ. അതൊരു നല്ല പരിപാടിയാണ് കേട്ടോ. നാട്ടിലും ഇതേപോലെ റൂൾ ആക്കാൻ കാണിച്ചാൽ. നാട്ടിലുണ്ടല്ലോ വണ്ടി തട്ടിയിട്ട് ആക്സിഡൻ്റ് ഒക്കെ ആയിട്ടല്ലേ നേരെ എടുത്ത് പോണ ആൾക്കാർ, വണ്ടി എടുത്തിട്ട് പോണേ, അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പരിപാടി പറ്റും. ഒരു വർക്ക്ഷോപ്പേരും അങ്ങനത്തെ വണ്ടികൾ ഒരു പേപ്പർ സ്റ്റേഷനൊന്നും ഇല്ലാണ്ട് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ചെറിയ പെയിന്റിങ്, ഇത് ചെറിയ ടെൻറ്റ് ഇതൊന്നും അല്ല കേട്ടോ. കുറച്ച് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോട്ടിൽ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 80 കേട്ടോ. 80ൻ്റെ മുകൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ പോക്കറ്റ് കാലിയാവും. അതിനുള്ള പണി ഇവർ തരും. അതായത് മനസ്സിലായില്ല, ഫൈന് കിട്ടുന്നു. അപ്പോൾ മാക്സിമം സൂക്ഷിച്ചും കണ്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ പോക്കറ്റ് ചോരില്ല. അല്ലാതെ കിട്ടുന്ന ശമ്പളം ഇതേപോലെ ഇവർക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ, ഗവൺമെന്റിലേക്ക് പോകാനേ ഉണ്ടാവുള്ളൂ.
ഇത് ഈ റൂട്ടിൽ 3 ട്രാക്കാണ് ഉള്ളത്. ഞാൻ മിക്കവാറും സ്പീഡ് ട്രാക്ക്, അതായത് അറ്റത്തൊരു ട്രാക്ക് ഉണ്ട്, അതിൽ പിടിക്കാറില്ല. എപ്പോഴും ഞാനൊരു 80-ന് താഴെ കണ്ടിട്ടേ പോകുള്ളൂ. എന്നാലും ഡ്രൈവിംഗ് ഒന്ന് ആസ്വദിച്ചിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റേതൊരു പെടാപ്പാടാണ് അറ്റത്തുള്ള ട്രാക്കിൽ പിടിക്കുകയാണെങ്കിൽ. ആരും പറയില്ല, വായു ഗുളിക വാങ്ങാൻ വേണ്ടി പോണ ആൾക്കാരൊക്കെ അതിലാണ് പോകുന്നത്. അവര് ബാക്കിൽ വന്ന് കണ്ട് ഹോൺ അടിക്കൂല, പക്ഷെ ലൈറ്റ് ഇട്ട് ഇങ്ങനെ കാണിക്കും. ബ്ലിങ്ക് ചെയ്ത് കണ്ടിലുള്ള ലൈറ്റ് ഉണ്ടല്ലോ, അതിട്ട് കാണിക്കും. പിന്നെ നമ്മൾ ആ ട്രാക്ക് ഒന്ന് മാറ്റി. ഏറ്റവും ബെസ്റ്റ് 3 ട്രാക്കാണെങ്കിൽ ഈ അറ്റത്തുള്ള ട്രാക്കിൽ പോകുക, സ്ലോ ആയിട്ട് പോവുക, ഒരു 80-ല് അല്ലെങ്കിൽ അതിൻ്റെ താഴെ കണ്ടിട്ട് പതുക്കെ ഡ്രൈവ് ചെയ്ത് നമ്മളെ ജീവനും കൂടെ നോക്കിയിട്ട് പോവാം. നമ്മളെ നാട്ടിലെ പോലെ റോട്ടിന്റെ മുമ്പിൽ കയ്യും കാട്ടിങ്ങാണ്ട് പണപ്പിരിവ് നടത്തുന്ന പോലീസുകാരെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇത്രയും കാലത്തിന്റെ ഇടയിൽ ഒരു പോലീസ് പോലും റോട്ടിൽ നിന്നുകൊണ്ട് വണ്ടിക്ക് കൈ കാണിച്ചിട്ടില്ല ഇവിടെ. നമ്മളായിട്ട് വരുത്തി വെക്കണ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അതായത് ഓവർ സ്പീഡ്, പിന്നെ നോ പാർക്കിങ്, പിന്നെ സിഗ്നൽ ക്രോസ് ചെയ്യുക, സിഗ്നൽ റെഡിൽ ക്രോസ് ചെയ്യുക, ഇങ്ങനെയുള്ള സിഗ്നൽ ഒക്കെ വന്നിട്ട് ക്രോസ് ചെയ്യുന്നതൊക്കെ ഒരു മേജറാണ്. നല്ല ഫൈനാണ്. എനിക്ക് തോന്നുന്നത് ഒരു 2000 റിയാലിന് മുകൾക്ക് വരുന്ന ഫൈനുകളാണ് അതെല്ലാം. ഓവർ സ്പീഡ് ഒരു 500 റിയാല്, നോ പാർക്കിംഗ് ഒരു 500 റിയാല്, ഇങ്ങനെയാണ് ഫൈൻ്റെ ഒരു കണക്ക് വരുന്നത്. ചൂട് കാലമായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് വണ്ടിക്കെല്ലാം നല്ല ഷോർട്ട് ഉണ്ട് മൈലേജ്. മുമ്പേ ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് 450 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ ഇപ്പം അതേ പൈസക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇപ്പം കിട്ടുന്ന മൈലേജ് ഒരു 300 കിലോമീറ്റർ, 320 കിലോമീറ്ററാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യണതെല്ലാം അപ്പം ചെയ്ത് അതേപോലെ തന്നെയാണ്. പക്ഷെ ചൂടായിട്ടാണോ എന്താണോ പ്രശ്നമെന്ന് മനസ്സിലാവണില്ല. ഇപ്പോഴും മുമ്പുള്ളൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ മുമ്പ് AC ഒരു പോയിന്റിലായിരുന്നു ഇട്ടിരുന്നത്. ഇപ്പൊ ചൂട് കൂടുമ്പോൾ 2-ലും 3-ലും ഒക്കെ ഇടാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടാവും അല്ലേ. എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയിൽ നിന്ന് മാറിയ മതിയായിരുന്നു എന്നാണ് എല്ലാവരെയും പ്രാർത്ഥന. അല്ലെങ്കിൽ പലർക്കും ജോലി പോകുന്നുണ്ട്, ഒരുപാട് കമ്പനി കുത്തുവാളെടുക്കും. പല കമ്പനിയിൽ നിന്നും പല കമ്പനിയിൽ നിന്നും സ്റ്റാഫിനെ ഒഴിവാക്കുന്നുണ്ട്, പിരിച്ചു വിടുന്നുണ്ട്. എന്നാലും ഇതേ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും ഗുണമുണ്ടാകും, ഒരു രാജ്യത്തിനും ഗുണം ചെയ്യില്ല. നല്ല സഹകരണത്തോടെ പോയാൽ മാത്രമേ എല്ലാ രാജ്യത്തിനും ഗുണം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ നേരെ താഴേക്ക് ഒരു 10-20 കൊല്ലം പിന്നേക്ക് പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ പലതും പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രൊജക്റ്റിൻ്റെ അടുത്ത് എത്താറായി. ഈ കാണുന്ന മാളിലാണ് ഞങ്ങളെ പ്രൊജക്റ്റ് നടക്കുന്നത്. ഇതിൻ്റെ പേര് സ്ക്വയർ മാൾ എന്നാണ്. ദ സ്ക്വയർ. ഇതിൻ്റെ ഉള്ളിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സ്ക്വയർ മാൾ ഒരു ചെറിയ മാളാണ്. ഒരു അത്യാവശ്യം സൗകര്യങ്ങളുള്ളൊരു മാള്.
ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ മെഗാ സ്റ്റോറിലാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷിങ് വർക്കിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കാർപ്പൻട്രി, വാള്, പാനലിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിങ് അലാം സിസ്റ്റം, ഫയർ അലാം സിസ്റ്റം, ഫയർ ഫൈറ്റിങ്, സ്പ്രിംഗ്ലർ റീലൊക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് ഫിറ്റിങ്സ്, AC ഡക്റ്റ് വെക്കാനുണ്ട്. പെൻഡിങ് കൗണ്ടറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ബുഡൻ വർക്ക് വിത്തൗട്ട് ഫിനിഷിങ് എത്തി. 3-4 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. ഫുള്ള് ഗ്ലാസ് വർക്ക് കയറി. കൗണ്ടർ വർക്ക്, ഫൈനൽ ടച്ചപ്പുള്ള വർക്ക് മാത്രമേ. ക്യാമറയുടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം കവറിട്ട് ഇതില്ല. ഇതെല്ലാം കവർ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പ്രീമിയം ലുക്ക് വരുള്ളൂ. സെർവർ ക്യാമ്പസ് പാൻട്രി, എക്സ്റ്റിങ്വിഷർ ബുക്ക് ചെയ്യാനുണ്ട്, ബ്ലാങ്കറ്റ് ബുക്ക് ചെയ്യാനുണ്ട്, കവർ റിമൂവ് ആക്കാനുണ്ട്, ചെറിയ ചെറിയ അലർജിയുള്ള വർക്കുകൾ. ഇനി ഇതിൻ്റെ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം, ഫുള്ള് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് വേറെ വീഡിയോ ഇടുന്നുണ്ട്.
വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈഡിന് തൊട്ടപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ. മീൻ എന്താ നോക്കാം. നല്ല മീനുണ്ട്. ഇനി നേരെ പോണത് റൂമൊക്കെയാണ്. മീൻ വാങ്ങിയിട്ട് പോകും. മീനിപ്പോൾ വേണ്ട. പിന്നെ പോയി കഴിഞ്ഞാൽ കൈയെല്ലാം നാറും, ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി അടുത്ത വ്യാഴാഴ്ച അല്ലെങ്കിൽ ഒഴിവുള്ളൊരു ദിവസമാക്കാം. ഖത്തറിൻ്റെ ലെമണാണ് കേട്ടോ. ഖത്തറിൽ നിന്നുള്ള നാരങ്ങ കിലോ 6.50. കോക്കനട്ട് തേങ്ങ ശ്രീലങ്കയുടെ ശ്രീലങ്കയെന്ന് വരുന്ന തേങ്ങ. നമ്മുടെ നാട്ടിൽ തമിഴ്നാടൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലെ. പീനട്ട് ഷെൽഡ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന പീനട്ട്.